രാഘാതി രോഗാൻ സതതാനുശക്താൻ അശേഷകായ പ്രസുധാന ശേഷാൻ എന്നാണ് ആയുർവേദം പറയുന്നത്. രാഘാതി രോഗങ്ങളെ നശിപ്പിച്ച അപൂർവ വൈദ്യനെ സ്തുതിച്ചുകൊണ്ടാണ് ആയുർവേദം ആരംഭിക്കുന്നത്. അപ്പം രാഘാതി രോഗങ്ങൾ എന്നുദ്ദേശിക്കുന്നത് കാമം, ക്രോധം, ലോഭം, മോഹം, മതം, ആശ്ചര്യം. അപ്പം കാമക്രോധ ലോഭമോഹ മതമാശ്ചര്യം രാഘാതി രോഗം. അപ്പം ഈ തരത്തിലുള്ള എല്ലാ രോഗങ്ങളെയും നശിപ്പിച്ച അപൂർവ വൈദ്യായ നമോസ്തു തസ്മൈ, അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആയുർവേദം തുടങ്ങുക. അപ്പം നമുക്കൊരു സംശയത്തിൻ്റെ ഒരു ഇട പോലും വരുന്നില്ല എന്നുള്ളതാണ്. ആയുർവേദം എന്ന് പറയുന്ന മഹത്തായ ചികിത്സാ രീതി, അതിലില്ലാത്ത യാതൊരു ചികിത്സാ രീതി, രോഗത്തിനുള്ള ആയുർവേദത്തിലില്ലാത്ത യാതൊരു ചികിത്സ ഇല്ല എന്നുള്ളതാണ് നമ്മെ ആയുർവേദം പഠിപ്പിക്കുന്നത്. പക്ഷേ ആയുർവേദം എന്ന് പറയുന്ന ഒരു മഹത്തായ ചികിത്സാ രീതി നമ്മൾ കണ്ടെത്തുന്നതിലും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതിലും നമ്മൾ ആയുർവേദ ചികിത്സാ രീതിയെ സമീപിക്കുന്നതിലുമുള്ള വ്യത്യാസങ്ങൾ മാത്രമാണ് ഇന്നത്തെ പ്രധാനമായിട്ടുള്ള പ്രശ്നം. അപ്പോൾ ഈ ആയുർവേദ ചികിത്സാ രീതിയിൽ നേരത്തെ പറഞ്ഞല്ലോ, രാഘാതി രോഗങ്ങളെ നശിപ്പിച്ച അപൂർവ വൈദ്യനെ സ്തുതിച്ചുകൊണ്ട് തുടങ്ങുന്ന ആയുർവേദം 3 ത്രിദോഷങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രോഗങ്ങളെ നിർണ്ണയിക്കുന്നത്. ഇപ്പോൾ വാതപിത്ത കഫങ്ങളുടെ വ്യതിയാനം, വാതോപിത്ത കഫശ്ചേതി ത്രയോദോഷ സമസ്തജ വികൃതം അവികൃതാദേഹം ഗ്രന്ഥിതേ വർത്തയന്തിജ, ഇതാണ് ആയുർവേദം പറയുന്നത്. വാദത്തിൻ്റെയും പിത്തത്തിൻ്റെയും കഫത്തിൻ്റെയും സമമായിട്ടുള്ള അവസ്ഥ, ഇതിൻ്റെ സമാവസ്ഥയെ ആരോഗ്യമെന്ന് പറയുന്നു. ഇതിൻ്റെ ഏറ്റക്കുറച്ചിലുകളെ രോഗമെന്നും പറയുന്നു. ഇത്തരത്തിലുള്ള ഏറ്റക്കുറച്ചിലുകളെ, അതിൻ്റെ ഇംബാലൻസിനെ ബാലൻസ് ചെയ്യുക എന്നുള്ള ഒരു രീതിയാണ് ശരിക്കും ചികിത്സ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആയുർവേദ ചികിത്സയിൽ പഞ്ചകർമ്മ ചികിത്സയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് ആരോഗ്യത്തെ നിലനിർത്താൻ വേണ്ടി, രോഗം ആരോഗ്യമുള്ള അവസ്ഥയിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതലായിട്ടും ആയുർവേദം നമ്മോട് പറയുന്നതും. ആയുർവേദം A to Z നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം അനുവർത്തിച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ രോഗം വരാൻ പാടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ, ഇപ്പോഴത്തെ തലമുറയിലും അല്ലെങ്കിൽ ഈ ജീവിതശൈലി വെച്ച് നോക്കുമ്പോൾ ആയുർവേദത്തിനെ നമ്മൾ ആയുർവേദത്തിനെ പറ്റി എൻ്റെ അഭിപ്രായം, ആയുർവേദത്തിനെ പറ്റിയുള്ള അവയർനെസ് കുറവ് കൊണ്ടാണ് ആയുർവേദ രീതിയിലേക്ക് ജനങ്ങൾ, അപ്പം പിഞ്ചു കുട്ടിക്കാലങ്ങൾ തൊട്ടിട്ട് ആയുർവേദ കൾച്ചർ നാം കാത്തു സൂക്ഷിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മൾക്ക് ഒരുപാട് രോഗങ്ങളെ ചെറുത്ത് നിൽക്കാനുള്ള കഴിവ് ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ഈവൻ ചെറിയൊരു പനി വരെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് മോഡേൺ മെഡിസിൻ, നമ്മൾ എല്ലാ രോഗങ്ങൾക്കും ആയുർവേദത്തിൽ മരുന്നുണ്ട് എന്ന് പറഞ്ഞെങ്കിൽ പോലും അതിനെ കണ്ടെത്താനും ആ രീതിയിൽ ആയുർവേദത്തിൻ്റെ ചികിത്സ ചെയ്യാനുള്ള, ഞാൻ നേരത്തെ പറഞ്ഞു, ചികിത്സകരും ഇപ്പോൾ ചതുർഗുണങ്ങളാണ് ശരിക്കും ആയുർവേദത്തിനെ പറ്റുന്നത്. ഭിഷക് ദ്രവ്യാണുപസ്ഥാത രോഗീപാത ചതുഷ്ടയം, ഇതാണ് ശരിക്കും ആയുർവേദത്തിൽ ഭിഷക് വൈദ്യൻ ഒരു പ്രധാന ഘടകമാണ്. അതേപോലെ തന്നെ ദ്രവ്യങ്ങൾ, ഔഷധങ്ങൾ പ്രധാന ഘടകമാണ്. രോഗി പ്രധാന ഘടകമാണ്. ഉപസ്ഥാത പരിചാരകരും പ്രധാന ഘടകമാണ്. അപ്പം വൈദ്യൻ എത്ര നല്ല വൈദ്യനാണെങ്കിലും ഈ വൈദ്യൻ നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള ഔഷധ സേവയും പഥ്യങ്ങളും കാത്തു സൂക്ഷിക്കാത്തിടത്തോളം, രോഗി കാത്തു സൂക്ഷിക്കുന്നില്ലെങ്കിൽ ആയുർവേദം അവിടെ ഫലം കുറയുന്നു. അതേപോലെ തന്നെ രോഗി എത്ര നല്ലതാണെന്നുണ്ടെങ്കിലും വൈദ്യൻ നിർദ്ദേശിക്കുന്നതിൽ എന്തെങ്കിലും പാകപ്പിഴവുകൾ വന്നാൽ രോഗത്തിൻ്റെ ബാധിക്കുന്നു. അതേപോലെ തന്നെ പരിചാരകൾ, ഇപ്പോൾ പഞ്ചകർമ്മ ചികിത്സകരാണ്, ചികിത്സ ചെയ്യുന്ന രീതിയിലുണ്ടാവുന്ന വ്യത്യാസങ്ങളും അല്ലെങ്കിൽ ചികിത്സ ചെയ്യുന്ന അത് കറക്റ്റായിട്ടില്ലെങ്കിലും അത് ഇതിനെ ബാധിക്കുന്നു. അപ്പോൾ എല്ലാം കൂടെ ചതുർഗുണങ്ങൾ ഒത്തുചേർന്നെങ്കിൽ മാത്രമേ ആയുർവേദ ഫലസിദ്ധി ഉള്ളൂ എന്ന് ആയുർവേദം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ